അസ്സലാമലൈക്കും. ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ഹൻസാസ് വേൾഡ്. അപ്പോൾ ഇത് ഞങ്ങളുടെ ഫസ്റ്റ് വീഡിയോ ആണ്. അപ്പോൾ ഈ ഫസ്റ്റ് വീഡിയോയിൽ ചെയ്യാൻ പോകുന്നത് കുഞ്ഞു നോട്ട്ബുക്സാണ്. അതിനുവേണ്ടി നിങ്ങൾക്ക് നിങ്ങളുടെ നോട്ട്ബുക്കിൻ്റെ പേപ്പറും പശയും കത്രികയും നിങ്ങളുടെ സ്കെച്ച് പെൻസിലൊക്കെ മതി. അപ്പം ഞാൻ 2 എണ്ണം ഉണ്ടാക്കുന്നുണ്ട്. ഒരു ഇച്ചിരി വലുതും പിന്നെ ഒരുപാട് ചെറിയ ഒരെണ്ണവും. നമുക്ക് എങ്ങനെയാണ് ചെയ്യുന്നത് നോക്കാം. ഫ്രണ്ട്സ്, ഞാൻ ആദ്യം ഇച്ചിരി വലുതായിട്ടുള്ളതാണ് ഉണ്ടാക്കുന്നത്. അതിന് ഇപ്പോൾ എൻ്റെ ടൈപ്പ് വലിപ്പമുള്ള പേജാണ് നിങ്ങൾക്കുള്ളെങ്കിൽ നിങ്ങൾക്ക് 4 എണ്ണം എടുക്കാം. വലിയ ബുക്കിൻ്റെ പേജാണെങ്കിൽ 3 എണ്ണം എടുത്താൽ മതി. ഇപ്പോൾ എൻ്റെ ടൈപ്പ് ഈ പേജാണ്, അതുകൊണ്ട് ഞാൻ 4 എണ്ണമാണ് എടുക്കുന്നത്. ഇനി നമുക്ക് ഈ പേജുകളെല്ലാം അടുക്കി ഒരേ ഇതാക്കി വെക്കണം. ഇനി ഇത് നമുക്ക് മടക്കണം. ഇത് ഒരു സെയിം ഷേപ്പിൽ തന്നെ മടക്കണം. ലെവലായി വന്നില്ലെങ്കിലും സൈഡൊന്നും ലെവലായി വന്നില്ലെങ്കിലും കുഴപ്പമില്ല, നമ്മളത് മുറിച്ച് മാറ്റുന്നുണ്ട്. നമുക്കിത് മുറിക്കാം. ഇനി ഇതെല്ലാം ഒരേ ഷേപ്പായിട്ട് മുറിക്കാൻ നമുക്ക് കത്രിക വേണം. കത്രിക വെച്ചൊന്ന് മുറിക്കാം. ഇപ്പോൾ ഫ്രണ്ട്സ്, ഇത് നിങ്ങൾ മുറിക്കുന്നതിന് മുമ്പ് നോക്കണം ഒരു പേപ്പറെല്ലാം ഒരേ ആണെന്ന്. ഇല്ലെങ്കിൽ നമ്മൾ മുറിക്കുമ്പം പല പേജസൊക്കെ ചെറുതും വലുതുമായിട്ടിരിക്കും. ഇനി നമുക്കിതിൻ്റെ സൈഡുകളൊക്കെ ഒന്ന് ലെവലായിട്ട് മുറിക്കാം. നമുക്ക് സൈഡുകളൊക്കെ മുറിക്കാം. അപ്പോൾ ഈ മേളിലത്തെ ഭാഗം ഞാൻ അവിടെ മുറിക്കണം, ഇല്ലെങ്കിൽ അത് ജോയിനായിട്ടിരിക്കും. നമുക്കിതൊന്ന് ഈ സൈഡുകളൊക്കെ ഒന്ന് മുറിക്കാം. ഫ്രണ്ട്സ്, ഞാൻ എല്ലായിടത്തും മുറിച്ചിട്ടുണ്ട്. ഇനി എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഓരോ പേജിൻ്റെയും നടുവിൽ ആ ഭാഗത്ത് ഗ്ലൂ സ്റ്റിക്ക് വെച്ചോ അല്ലെങ്കിൽ സാധാ ലിക്വിഡ് ഗ്ലൂ വെച്ചോ ഒട്ടിക്കണം. അപ്പോൾ ഞാൻ എൻ്റെ കയ്യിലുള്ള പശ വെച്ച് ഒട്ടിക്കാൻ പോവാണ്. എൻ്റെ കയ്യിലുള്ളത് ഫെവി ഗമ്മാണ്, അതാണ് ഞാൻ ഉപയോഗിക്കുന്നത്. നമുക്ക് നടുക്ക് ഇച്ചിരി ഫെവി ഗമ്മ് വെച്ച് കൊടുത്തിട്ട് ബാക്കിയുള്ള പേജ് ഒട്ടിക്കാം. ഫ്രണ്ട്സ്, ഇങ്ങനെ വേണം, നിങ്ങൾ നടുക്ക് വേണം ഗ്ലൂ ഇതാക്കാൻ. ഇനി നമ്മുടെ പേപ്പർ നടുക്കൊട്ടിച്ചു കൊടുക്കണം. ഇതുപോലെ നമുക്ക് എല്ലാം ചെയ്തെടുക്കാം. അപ്പോൾ ഫ്രണ്ട്സ്, ഞാൻ ഇതുപോലെ എല്ലാം ചെയ്തിട്ട് വേഗം വരാം. ഞാനിവിടെ എല്ലാം ഒട്ടിച്ച് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ചെയ്യേണ്ടത് അതിൻ്റെ ഫ്രണ്ട് ഭാഗത്ത് നമ്മളൊന്ന് വൃത്തിയാക്കണം, ഒന്ന് ഡെക്കറേഷൻ ചെയ്യണം. നമുക്ക് ക്രയോൺസോ അല്ലെങ്കിൽ സ്കെച്ച് വെച്ച് ഇവിടെ ഫ്രണ്ട് ഭാഗം ഒന്ന് ഡെക്കറേറ്റ് ചെയ്യാവുന്നതാണ്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഡിസൈൻസ് വരയ്ക്കാം, പൂക്കളോ എന്തെങ്കിലും മൃഗങ്ങളോ ഒക്കെ വരയ്ക്കാം. ഇപ്പം ഇവിടെ ഒരു പൂച്ചക്കുട്ടിയുടെ ഫേസാണ് ചെയ്യാൻ പോകുന്നത്. കണ്ണും വായും മൂക്കും ഒക്കെ നമുക്ക് വരയ്ക്കാം. പിന്നെ നമുക്ക് പൂച്ചക്കുട്ടിയുടെ മേളത്തെ വരകളൊക്കെ വരച്ചു കൊടുക്കാം.
ഫ്രണ്ട്സ്, ഞാനിവിടെ അതിൻ്റെ വരകളൊക്കെ വരച്ചു കൊടുക്കാൻ പോവാണ്. ഇനി നമുക്കതിൻ്റെ ചെവികൾ വരയ്ക്കണം. ഞാൻ ഇത് പൂച്ചക്കുട്ടി ആയതുകൊണ്ട് അതിൻ്റെ ആ ബുക്കിൻ്റെ കോർണർ പൂച്ചക്കുട്ടിയുടെ ചെവി പോലെ നല്ല ഷാർപ്പായിരിക്കുന്നതുകൊണ്ട് അത് പൂച്ചക്കുട്ടിയുടെ ചെവി പോലെ ഞാൻ വരച്ചേക്കുകയാണ്. അപ്പോൾ നമ്മൾ നോട്ട്ബുക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതിനകത്ത് നമുക്ക് ചെറിയ ഡ്രോയിങ്സ് ചെയ്യാം, എന്തെങ്കിലും വരയ്ക്കാം. ഹായ് ഗായ്സ്, ഹായ് ഗായ്സ്. ഇനി നമുക്ക് നമ്മുടെ ചെറുതുണ്ടാക്കാം. നമ്മുടെ വലിയ നോട്ട്ബുക്ക് റെഡി ആയിട്ടുണ്ട്. നമുക്ക് ചെറുതുണ്ടാക്കാം. അപ്പം ചെറുതുണ്ടാക്കാൻ വേണ്ടി നിങ്ങൾക്ക് ഞാൻ മുമ്പ് പറഞ്ഞതുപോലെ വലിയ നോട്ട്ബുക്കാണെങ്കിൽ ഒരെണ്ണം എടുത്താൽ മതി. കട്ടിയായിട്ട് വേണമെങ്കിൽ വലിയ നോട്ട്ബുക്കിൻ്റെ 2 എണ്ണമോ 3 എണ്ണം എടുക്കുക. അപ്പം ഞാൻ എൻ്റെ ചെറിയ നോട്ട്ബുക്കിൻ്റെ 2 പേജുകളാണ് എടുത്തേക്കുന്നത്. ഞാൻ മുമ്പ് പറഞ്ഞാൽ ഇതുപോലെ കട്ടിയുള്ളത് വേണമെങ്കിൽ ചെറിയ നോട്ട്ബുക്കിൻ്റെ 3 or 4 പേജസ് എടുക്കാം. ഞാനിപ്പോൾ 2 പേജ് എടുക്കുന്നുള്ളൂ. അപ്പം നമ്മൾ മുമ്പ് ചെയ്തതുപോലെ ഇത് ലെവലിനും മടക്കിയെടുക്കണം. നമുക്ക് ഈ സൈഡുകളൊക്കെ നല്ല ലെവലിനും മടക്കിയെടുക്കാം. നിങ്ങൾക്ക് ഇത്രയും മതിയെങ്കിൽ അത് വെച്ച് സ്റ്റോപ്പ് ചെയ്ത് നമുക്ക് മുറിക്കാം. അപ്പോൾ ഇതിനേക്കാട്ടിൽ ചെറുതാണ് എനിക്ക് വേണ്ടത്. ഞാൻ അതിനേക്കാട്ടിൽ ചെറുതാക്കി ഒന്ന് ഷേപ്പാക്കിയിട്ട് ഒന്ന് മുറിക്കാം. അപ്പോൾ ഞാനിത് മുറിച്ച് ശരിയാക്കിയിട്ട് വേഗം വരാം. ഫ്രണ്ട്സ്, ഞാനിവിടെ മുറിച്ചിട്ടുണ്ട്. ഇനി ഞാൻ പശ വെച്ച് ഒട്ടിച്ചിട്ടുണ്ട്. ഇപ്പോൾ കാണാതെ ഞാൻ പശ വെച്ച് ഒട്ടിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ ഫ്രണ്ടും കൂടെ ഒന്ന് ഡെക്കറേറ്റ് ചെയ്യാം. ഞാൻ ഇനി ഒരു ചെറിയൊരു ഡോണറ്റാണ് വരയ്ക്കാൻ പോകുന്നത്. ഞാൻ വരയ്ക്കുന്ന പോലെ നിങ്ങൾക്ക് വേണമെങ്കിൽ വരയ്ക്കാം, ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ വരയ്ക്കാം. കണ്ടില്ല, ഞാൻ ഇങ്ങനെയാണ് വരയ്ക്കുന്നത്. നിങ്ങൾ ഡോണറ്റ് ചെയ്യുവാണെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളറിലത് കളർ അടിക്കുകയൊക്കെ ചെയ്യാം. നമുക്കിത് കളർ ചെയ്യാം. ഇനി നമുക്ക് കുറച്ച് സ്പ്രിങ്കിൾസ് അതിൻ്റെ മുകളിൽ വേറൊരു സ്കെച്ച് വെച്ച് വരയ്ക്കാം. അപ്പോൾ നിങ്ങൾ സ്പ്രിങ്കിൾസ് വരയ്ക്കുവാണെങ്കിൽ ഒരുപാട് ഇതായിട്ട് ഡോട്ട് കയറുത്. സ്കെച്ച് ആയതുകൊണ്ട് കളർ മിക്സ് ആവും. ഇനി നമുക്കൊരു ചെറിയൊരു ടൈറ്റിലും കൂടെ കൊടുക്കാം. അപ്പോൾ ഞാൻ ഡോണറ്റ് എന്നാണ് വരച്ചേക്കുന്നത്. അപ്പോൾ നമ്മുടെ കുഞ്ഞ് ഇതും റെഡിയായി. ഇതിനകത്ത് നമുക്ക് ചെറിയതായിട്ട് എന്തെങ്കിലും വരയ്ക്കാം. അപ്പോൾ ഞാൻ ഇതിനകത്തൊരു ചെറിയ ഹാർട്ടാണ് വരയ്ക്കാൻ പോകുന്നത്. തടാ. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മുടെ കുഞ്ഞു നോട്ട്ബുക്കും ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഈ ഫസ്റ്റ് വീഡിയോയിൽ ഞാൻ 2 നോട്ട്ബുക്കുകളാണ് ചെയ്തേക്കുന്നത്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടുവാണെങ്കിൽ ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അപ്പം ഇനിയൊരു വീഡിയോ ആയിട്ട് ഞാൻ വരുന്നതാണ്. അതുവരയ്ക്കും അസ്സലാമു അലൈക്കും, ബായ്. നിങ്ങളിത് ഞങ്ങളുടെ ഫസ്റ്റ് വീഡിയോ ആണ്. പ്ലീസ് നിങ്ങളതൊന്ന് സപ്പോർട്ട് ചെയ്യുക. അപ്പം ഇനി എൻ്റെ നെക്സ്റ്റ് വീഡിയോയിൽ ഞാൻ ഇതുപോലത്തെ ഞാനിപ്പോൾ ഉണ്ടാക്കിയ പോലെ ഒരു ക്യാമറ പെന്നാണ് ഉണ്ടാക്കുന്നത്. നിങ്ങൾക്ക് ആ വീഡിയോ കാണണമെങ്കിൽ എൻ്റെ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പം ഇനിയൊരു പുതിയ വീഡിയോ ആയിട്ട് ഞാൻ വരുന്നതാണ്. അതുവരയ്ക്കും അസ്സലാമു അലൈക്കും, ബായ്.